പോത്തുണ്ടി അണക്കെട്ടാണ്. പാലക്കാടിൽ തന്നെ 2ാം സ്ഥാനത്താണ് ഈ പോത്തുണ്ടി അണക്കെട്ട്. മലമ്പുഴ കഴിഞ്ഞാൽ പോത്തുണ്ടിയാണ്. ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതും കുടിവെള്ളത്തിനും ആണ്. ഇപ്പോൾ ഡാമിൽ വെള്ളം 53 അടിയാണ്. കപ്പാസിറ്റി 55ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 300 അടി ഹൈറ്റിലാണ് ഈ പോത്തുണ്ടി ഡാമിൻ്റെ ഹൈറ്റ്. 55 അടിയാണ് കപ്പാസിറ്റി. ചെറുനെല്ലി, മരപ്പാലം, കുണ്ടുചോല, നാടുകാണി, കേശവംപാറ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡാം നിറഞ്ഞ് ഈ വർഷം ഓവർഫ്ലോ വെള്ളപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയമാണ്. എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് 3 മാസം കുടിവെള്ളത്തിന് വളരെ ടൈറ്റുള്ള സമയമാണ്. പോത്തുണ്ടി അണക്കെട്ട്. അപ്പോൾ ഈ കേന്ദ്ര ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാവിടെയും വെള്ളം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി 10 പഞ്ചായത്താണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇതിനിടയ്ക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ വാട്ടർ അതോറിറ്റിയിൽ 6 പഞ്ചായത്തിനും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നെല്ലിയാമ്പതി അടക്കം 10 പഞ്ചായത്താണ്. നെമ്മാറ, അയിലൂർ, മേലാ റോഡ്, പല്ലശ്ശേന, നെല്ലിയാമ്പതി, മറ്റേ കാവശ്ശേരി, തരൂർ, പിന്നെ പുതുക്കോട്, ആലത്തൂർ വരെ വെള്ളം കൊണ്ടുപോയി. എലവഞ്ചേരി, പല്ലശ്ശേന എന്നീ പഞ്ചായത്തുകളാണ് വെള്ളം ഇപ്പോൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡാമിൻ്റെ പരിസരത്ത് ശനി ഞായർ ആയിക്കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ടൂറിസം വികസനം പറയുമ്പോൾ ഈ കാണുന്ന ഈ പോസ്റ്റുകളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന് മുകളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വളരെ ചെറുപ്പക്കാലത്ത് 1967 58 തുടങ്ങി 67 കമ്മീഷൻ ചെയ്തത് ഇവിടെ ഈ ഡാം. ജവഹർലാൽ നെഹ്റു അവരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ്, പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഡാമിന് കമ്മീഷനൊക്കെ ചെയ്ത് പരിപാടിയൊക്കെ പുനരാരംഭിക്കാനുള്ള സംവിധാനം ചെയ്തത്. ഈ സൈക്കിൾ യജ്ഞം, പൂന്തോട്ടം എന്നീ വേണ്ട എല്ലാ സജ്ജ സാമഗ്രികളും ഇവിടെയുണ്ട്. അപ്പോൾ നിരവധി ടൂറിസ്റ്റുകൾ വന്നിരിക്കുന്ന ഇടത്താവളമായ പോത്തുണ്ടിയിൽ, നെല്ലിയാമ്പതിയുടെ താഴ്വരയായ പോത്തുണ്ടിയിൽ ടൂറിസ്റ്റുകളൊക്കെ അധികമായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ട നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഇത് നേരത്തെ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റിലുള്ള ലൈറ്റ് ഇനി അത് ഇടുന്നതിനുള്ള ഈ ഡാമിൻ്റെ മുകളിൽ ഏകദേശം 250 ലൈറ്റാണ് ഇട്ടിട്ടുള്ളത്. ഈ ലൈറ്റ് പുനഃസ്ഥാപിച്ച് ലൈറ്റ് സ്ഥാപിക്കുകയും 1 കോടി 1 കിലോമീറ്ററും 850 മീറ്ററാണ് നീളത്തിലാണ് ഈ ഡാമിൻ്റെ വീതി. ഇത്രയും മൺകെട്ടിൽ തന്നെ 2ാം സ്ഥാനമാണ്. ലോകത്തെ തന്നെ മൺകെട്ടിൽ 2ാം സ്ഥാനത്ത്, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ 2ാം സ്ഥാനമുള്ള പോത്തുണ്ടിയിൽ നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാവർക്കും വന്നു പോയി തങ്ങുന്നതിനുള്ള നടപടി ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ സർക്കാരിൻ്റെയും നാട്ടുകാരുടെയും സപ്പോർട്ട് ഇതിന് വേണം എന്നും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്നും പരിപാടിയെ സബ്സ്ക്രൈബ് ചെയ്ത് പരിപാടിയെ വൻപിച്ച വിജയപ്രദമാക്കി തരണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.